മൂന്നാറിനെ പ്ലാസ്റ്റിക് മുക്ത വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ കർശന നടപടിയുമായി മൂന്നാർ പഞ്ചായത്ത് ഇന്നു മുതൽ മൂന്നാറിൽ 10 വിഭാഗം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തും. നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാറിൽ പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കുന്നത്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, സ്ട്രോകൾ ഉൾപ്പെടെ 10 വിഭാഗം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് നിരോധനം. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്താൽ ആദ്യ തവണ 10,000 രൂപയും ആവർത്തിച്ചാൽ 25,000 രൂപയും പിഴ ഈടാക്കും. സ്ഥാപനങ്ങളിൽ നിയമം ലംഘിച്ചാൽ 2.5 ലക്ഷം രൂപ വരെ പിഴയുണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന മൂന്നാറിൽ പ്ലാസ്റ്റിക് മാലിന്യം ദിവസേന വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ പ്ലാസ്റ്റിക്കിന്റെ നിരോധനം സംബന്ധിച്ച് ഈ കഴിഞ്ഞ 16/6/2026 വ്യാപാരി പ്രതിനിധികളുടെയും അതുപോലെ തന്നെ സമൂഹ സംഘടനകളുടെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച യോഗം നടക്കുകയും അതിന്റെ തീരുമാനമനുസരിച്ച് ഈ വരുന്ന ജൂലൈ 1-ാം തീയതി മുതൽ മൂന്നാർ പഞ്ചായത്ത് പരിധിയിൽ ഉള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും 500 മില്ലിലിറ്ററിന് താഴെയുള്ള 60 ലിറ്ററിന് താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ പൂർണ്ണമായി നിരോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ 100 മൈക്രോണിന് താഴെയുള്ള മുഴുവൻ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചാൽ 5,000 രൂപയും ഈടാക്കും. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവരോടും പിഴ ഈടാക്കും. നിരോധിത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, വിൽപ്പന, സംഭരണം എന്നിവയെക്കുറിച്ച് വിവരം നൽകി നടപടി സ്വീകരിക്കാൻ സഹായിക്കുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% വരെ പാരിതോഷികം നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പറും ഉടൻ പ്രവർത്തന സജ്ജമാക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.